മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് എല്ലാ മുസ്ലിങ്ങൾക്ക് റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബിന്റെ സന്ദേശമാണ് മുസ്ലിങ്ങൾക്ക് കാരുണ്യവും മുസ്ലിങ്ങൾക്ക് വിജയവും എന്ന് പറയുന്നവരോട് വിനയത്തോടെ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന് നൽകിയ സന്ദേശങ്ങളും അവിടത്തെ ശരീരത്തിൽ അല്ലാഹു നൽകിയതും ഈ ഉമ്മത്തിന് റഹ്മത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായം അവിടുത്തെ തിരുകേശം സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് അവിടത്തേതുമായി ബന്ധപ്പെട്ട് മുഴുവനും മുസ്ലിങ്ങൾ സൂക്ഷിച്ചത്. ആ കൂട്ടത്തിൽ AP ഉസ്താദ് മർക്കസിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തിരുവേഷം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ആദ്യം പരിചയപ്പെടുത്തിയതാരാണ്? AP ഉസ്താദല്ല, SSFകാരല്ല, SYSകാരല്ല. ഇന്നതിനെ വിവാദമാക്കുന്ന കക്ഷികളുടെ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവാണ് രാജ്യത്തെ ജനങ്ങളോട് അഹമ്മദ് ഖസ്റജിയുടെ കയ്യിലുള്ള കേശം റസൂലുള്ളാഹിന്റെയാണ്, അത് സനദുള്ളതാണ്, അത് പരമ്പരയുള്ളതാണെന്ന് ആദ്യം പ്രസംഗിച്ച നേതാവ് ഇന്നതിനെ വിമർശിക്കുന്ന നേതാവാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയനായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്, അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനതുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഹസ്റജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതെ, അവിടുന്നാണ് AP ഉസ്താദിനത് കിട്ടിയത്. അതാദ്യമായി മുസ്ലിങ്ങളോട് വിളിച്ചു പറഞ്ഞത് എസ്കക്കാരനാണ്. അത് നൽകിയ ഖസ്റജിയെ കുറിച്ച് എസ്കക്കാർക്കുള്ള അഭിപ്രായം അദ്ദേഹം മഹാനാണെന്നാണ്. അദ്ദേഹത്തെ കേരളീയർക്ക് പരിചയപ്പെടുത്തിയത് ആദ്യം അവർ തന്നെയാണെന്ന് എസ്കക്കാരനായ ഹുദവി പ്രസംഗിക്കുന്നു. നമ്മൾ ഈ ഖസ്റജി എന്ന മാന്യ വ്യക്തിയുടെ കുടുംബത്തെ സംശയിക്കുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നസബയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനായിരിക്കാം. ഖസ്റജി എന്ന കുടുംബത്തോട് നമുക്ക് യാതൊരു പുച്ഛത്തിന്റെ അവഗണനയുടെ ലാഞ്ചന പോലുമില്ല. വലിയ കുടുംബമാണ് ഖസ്റജി സാദാത്തുമാർ. അത് പഴയ ക്ലിപ്പായതുകൊണ്ട് അടിയിൽ കയറിയതാണ്. കുടുംബത്തിൽ ഈ അഹമ്മദുൽ ഖസ്റജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നതല്ല. അല്ലല്ല, ആദ്യം അവതരിപ്പിച്ചത് നിങ്ങളാണ്. അദ്ദേഹം മഹാനാണെന്ന് പറഞ്ഞത് നിങ്ങളാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കേശം റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞത് നിങ്ങളാണ്. പക്ഷേ അത് നൽകപ്പെട്ടത് AP ഉസ്താദിന്റെ കയ്യിലായി പോയി. അതിനുള്ള തൗഫീഖ് ഉസ്താദ് കൊടുത്തത്, അല്ലാഹു കൊടുത്തത് AP ഉസ്താദിന്റെ കയ്യിലായി പോയി. ചോദിക്കട്ടെ എസ്കക്കാരെ, ഇത് പ്രസംഗിച്ച് നടന്നിരുന്ന കാലത്ത് ഹമീദ് ഫൈസിയുടെ കയ്യിലേക്കായിരുന്നു ഖസ്റജി അത് കൊടുത്തിരുന്നതെങ്കിൽ ഖസ്റജിയുടെ കയ്യിൽ നിന്നത് അമ്പലക്കടവ് വാങ്ങൂലേ? അത്രയല്ലേ AP ഉസ്താദും ചെയ്തിട്ടുള്ളൂ. ഇനിയും പറയട്ടെ മുസ്ലിങ്ങളെ, ആ ഖസ്റജിയുടെ വീട്ടിൽ പോയിട്ട് അവിടത്തെ ആസാറിന്റെ പരിപാടികൾ കാണുകയും അതിനാശംസ അർപ്പിച്ച് പ്രസംഗിക്കുകയും ചെയ്തയാള് ഈ പ്രസംഗിച്ച അലവിക്കുട്ടി ഉദവി എന്ന എസ്കക്കാരനാണ്. അയാൾ ഇറക്കിയ ലഘുലേഖയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ അദ്ദേഹം പോകുന്നു, അവിടത്തെ ആസാർ അദ്ദേഹം കാണുന്നു. ചോദിക്കട്ടെ എസ്കക്കാരെ, നിങ്ങൾ പറയുന്ന നീളം കൂടിയ മുടി അയാൾ അവിടെ കണ്ടിട്ടും, നിങ്ങൾ പറയുന്ന കെട്ടുകണക്കിന് മുടി അവിടെ കണ്ടിട്ടും അയാൾ അവിടെ ബറക്കത്തെടുക്കാതെ പോന്നില്ല, ആശംസ അർപ്പിക്കാതെ പോന്നില്ല. മറിച്ച് ആശംസ അർപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഖസ്റജിയോട് ചോദിക്കുകയാണ്, ഒരു കഷ്ണം അതിൽ നിന്ന് എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്നത് അവിടെ വരുന്നവർക്ക് മുഴുവനും മുടി മുറിച്ചു കൊടുക്കുന്ന പരിപാടിയാണെന്നല്ലേ? എന്നാൽ ഹുദവി പറയുന്നു, ഞാൻ ചെന്നിട്ട് എനിക്ക് തന്നിട്ടില്ല. എന്തേ തരാത്തതിന്റെ കാരണോ? ഖസ്റജി പറഞ്ഞത്രേ, നിനക്ക് തന്നാൽ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് തരാൻ പറ്റില്ല. അങ്ങനെയുള്ള കേശോ അവിടേക്ക് പോകാതെ AP ഉസ്താദിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊടുക്കാനുള്ള കാരണം ഖസ്റജി തന്നെ പ്രസംഗിച്ചു.
അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. അവിടെ എന്നോട് ഇത് കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇത് സഖാഫിയുടെ പ്രസംഗമല്ല, അഹ്സനിയുടെ പ്രസംഗമല്ല. അറേബ്യൻ രാജ്യത്തെ വലിയ തറവാട്ടിലെ ധാരാളം സമ്പത്തുള്ള ഒരു അറബി പ്രമുഖൻ, ആ അറബി പ്രമുഖനെ കാശ് കൊടുത്ത് ഇത് പറയിപ്പിക്കേണ്ട കാര്യം AP ഉസ്താദിനുണ്ടോ? AP ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി ധനാഢ്യനായ പണ്ഡിതനായ ഖസറജിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കള്ളം പറയേണ്ടതുണ്ടോ? ഈമാനുള്ള മുസ്ലിങ്ങളോടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ആഖിറത്തിൽ വിശ്വാസമുള്ളവരോടാണ് പറയാനുള്ളത്. തനീനേക്കാളേറെ മധുരം പാലിനേക്കാളേറെ നീറോ, അതാണ് ഹൗലുൽ കൗസർ നൽകിയിടണേ നീ ഓശാരമാ. പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഒരു തുള്ളി കുടിക്കണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ലേ? അന്ധമായ വിരോധം മാറ്റിവെച്ചൊന്നാലോചിച്ചുകൂടെ? ഇനിയും മുസ്ലിങ്ങൾ ചിന്തിച്ചോ? ഒരു കാട്ടറബിയുമായി കൂട്ടുകച്ചവടമുണ്ടാക്കി നാടകമുണ്ടാക്കി കേരളത്തിലെ മുസ്ലിങ്ങളെ പറ്റിക്കാൻ AP ഉസ്താദ് ഉണ്ടാക്കിയ നാടകമാണോ ഇത്? ആ തിരുകേശം ബറക്കത്തെടുക്കുന്നതാരേ? ഖസ്റജിയുടെ വീട്ടിൽ നടക്കുന്ന ആസാറിന്റെ പ്രദർശന പരിപാടി, അവിടെ പങ്കെടുത്തു ബറക്കത്തെടുക്കുന്ന മുസ്ലിങ്ങളെ കണ്ടോ? അറബികളുണ്ട്, അനറബികളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്. അവർക്കാർക്കും ഇത് കള്ളമാണെന്ന വിശ്വാസമില്ല, അവർക്കാർക്കും വ്യാജമാണെന്ന അഭിപ്രായമില്ല. എന്തിനാണ് ഖസ്റജി പരിപാടി ഉണ്ടാക്കുന്നത്? ഹബീബിനോടുള്ള ആശിഖീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിന് ഖിദ്മത്തെടുത്ത് നടത്തുന്ന പരിപാടിയിൽ നിന്ന് വരുന്നവരിൽ നിന്ന് കാശ് വാങ്ങുകയല്ല, മറിച്ച് വരുന്നവർക്ക് വിശാലമായ ഭക്ഷണം വിളമ്പിയിട്ട് ആ സദ്യയിൽ സംബന്ധിച്ച ജനങ്ങളെ കണ്ടോ? എത്ര അറബികളുണ്ട്, എത്ര അനറബികളുണ്ട്, എത്ര ജനങ്ങളാണ് അവിടെ സംബന്ധിച്ചത്? പണ്ഡിതന്മാരും പാമരന്മാരുമുണ്ട്. ഇങ്ങനെയുള്ള മുസ്ലിങ്ങളാൽ ആദരിക്കപ്പെട്ട, മുസ്ലിങ്ങളാൽ അംഗീകരിക്കപ്പെട്ട, ഒരു കാലത്ത് എസ്കക്കാര് പോലും അംഗീകരിച്ച കേശം AP ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്താൽ ഹബീബിനെ സ്നേഹിക്കുന്ന ശൈഖുനക്ക്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ശൈഖുനക്ക് അത് വലിച്ചെറിയാൻ കഴിയുമോ? അടുപ്പിലിടാൻ കഴിയുമോ? ഇങ്ങനെ റസൂലിനെ സ്നേഹിച്ചു എന്നതല്ലാതെ, അല്ലാഹുവിനോടുള്ള കടപ്പാട് പാലിച്ചു എന്നതല്ലാതെ മുസ്ലിമേ ഇതിന്റെ പേരിൽ ഒരു കാശ് AP ഉസ്താദ് വാങ്ങിയിട്ടില്ല. ആയിരക്കണക്കായ ജനങ്ങളുടെ കൈകളിലേക്ക് ആയിരക്കണക്കായ വെള്ളത്തിന്റെ ബോട്ടിലുകൾ നൽകിയിട്ട് ഒരാളിൽ നിന്നും നയാ പൈസ AP ഉസ്താദ് വാങ്ങിയിട്ടില്ല. അതിന് റബ്ബ് സാക്ഷിയാണ്. ബുർദകളുടെ ഈരടികൾ എരമ്പിലൊന്ന് പെയ്തിറങ്ങിയ ആ മർക്കസിന്റെ മജ്‌ലിസിൽ സംബന്ധിച്ച മഹാന്മാരുടെ അർവാഹുകൾ സാക്ഷിയാണ്, മലായിക്കത്ത് സാക്ഷിയാണ് കേട്ടോ. ഇനിയും പറയട്ടെ മുസ്ലിങ്ങളെ, ജാലിയാവാല സുബഹി നിസ്കരിക്കാത്തവനാണോ? ജാലിയാവാല ജുമഅക്ക് പോകാത്തവനാണോ? ജാലിയാവാല ശിയയാണോ? അതുകൊണ്ട് അയാളെ കയ്യിൽ നിന്ന് കിട്ടിയത് വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. എന്നാൽ ചിന്തിച്ചോ എസ്കക്കാരാ, ബോംബെയിലുള്ള നിങ്ങളെ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പേരിൽ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ജാലിയാവാലയെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ നൽകിയ കത്താണ് സ്ക്രീനില്. എങ്ങനെയാണ് ജാലിയാവാലയെ അതിൽ പരിചയപ്പെടുത്തുന്നത്? അവിടുന്ന് മഹാനാണെന്നാണ്, അവിടുന്ന് ബറക്കത്തുള്ള ആളെന്നാണ്. അങ്ങനെ നിങ്ങളൊന്ന് ഞങ്ങളെ സ്ഥാപനത്തിൽ വന്നിട്ട് ആ സ്ഥാപനത്തിൽ നിങ്ങളെ കൊണ്ട് ബറക്കത്ത് ലഭിക്കട്ടെ,
ഇത് നിങ്ങൾ എഴുതിയ കത്തല്ലേ എസ്കക്കാരാ? ഇങ്ങനെ സുബൈ നിസ്കരിക്കാത്തവനെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ? നിസ്കരിക്കാത്തവന്റെ കൂടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയുള്ള ഒരാളെ എന്തിന് നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ച് കത്തെഴുതി? തീർന്നില്ല മുസ്ലിങ്ങളെ. ആ ജാലിയാവാലയുടെ കൈ പിടിച്ചിട്ട് എസ്കക്കാര് മുത്തുന്നത് കണ്ടോ? എസ്കക്കാര് ജാലിയാവാലയുടെ കൈമുത്തുകയാണ്. നിസ്കരിക്കാത്തവന്റെ കൈമുത്താൻ പറ്റുമോ? ജുമഅക്ക് പോകാത്തവന്റെ കൈമുത്താൻ പറ്റുമോ? ലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. അനീതി നിങ്ങളുടെ വൈരാഗ്യം അധർമ്മത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മദീനത്തെ പള്ളിയിൽ ഖുതുബയോടുമ്പോൾ അവിടത്തെ കയ്യിൽ പിടിച്ചൊരു വടിയുണ്ടായിരുന്നു. ആ വടി ഹബീബിന്റെ കാലശേഷം മദീനത്തെ മിമ്പറയിൽ സിദ്ദീഖ് തങ്ങൾ കയറിയപ്പോ ആ വടി തന്നെ കയ്യിൽ പിടിച്ചു. സിദ്ദീഖ് തങ്ങളെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആ ബറക്കത്തുള്ള വടി കൊണ്ട് തന്നെ ഖുതുബയോട് സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം വന്നപ്പോ മുനാഫിഖീങ്ങൾ സ്വഹാബികൾക്കിടയിൽ ഉണ്ടാക്കിയ ഫിത്നയുടെ കാരണത്താൽ സ്വഹാബികൾക്കിടയിൽ ഭിന്നത വന്നു. ഒരു വിഭാഗം ആളുകൾ ഉസ്മാൻ തങ്ങളെ മാനസികമായി അകന്നു. ആ ഉസ്മാൻ തങ്ങളോടുള്ള വിരോധം ഒരു ചെറുപ്പക്കാരനെ അപകടപ്പെടുത്തി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ തൊട്ട വടി, സിദ്ദീഖ് തങ്ങൾ ബറക്കത്തെടുത്ത വടി, ഉമർ തങ്ങൾ ആദരിച്ച വടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് തന്റെ കാലിനോട് ചേർത്ത് വെച്ചിട്ട് ആ ഗിഫാരി ഗോത്രക്കാരനായ ചെറുപ്പക്കാരൻ ആ വടി പൊട്ടിക്കാനൊരുങ്ങുമ്പോ കണ്ടുനിന്ന മുസ്ലിങ്ങള് വേദനിച്ചുപോയി, കണ്ടുനിന്ന മുസ്ലിങ്ങള് സങ്കടപ്പെട്ടുപോയി. ആ പരിസരത്തുള്ള മുസ്ലിങ്ങള് വിളിച്ചു പറയുകയാ, റസൂലുള്ള തൊട്ട വടി പൊട്ടിക്കല്ല, സിദ്ദീഖ് തങ്ങൾ ആദരിച്ച വടിയെ നശിപ്പിക്കല്ല. പക്ഷേ അന്ധമായ ഉസ്മാൻ തങ്ങളോടുള്ള വെറുപ്പ് മനസ്സിൽ കയറിയ ചെറുപ്പക്കാരന് റസൂലുള്ളാന്റെ വടിയുടെ മഹത്വം മറന്നുപോയി. അന്നവിടത്തെ മുസ്ലിങ്ങൾ ചെയ്ത ആ ഹിദ്മയാണ് ഈ സാധുക്കളായ ഞങ്ങൾ ചെയ്യുന്നത്. AP ഉസ്താദിനോടുള്ള വിരോധത്തിന്റെ പേരിൽ നിങ്ങളാൽ തന്നെ തിരുകേശമാണെന്ന് പറയപ്പെട്ടത്, നിങ്ങൾ തന്നെ കൊണ്ടുപോയി ബറക്കത്തെടുത്തത്, നിങ്ങൾ തന്നെ ഒരു കഷ്ണം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചത്, അത് AP ഉസ്താദിന്റെ കൈ കിട്ടി എന്ന കാരണത്താൽ ആ മുടിയെ നിന്ദിക്കല്ല ചെറുപ്പക്കാരാ, അതിനെ അവഹേളിക്കല്ല ചെറുപ്പക്കാരാ. ഇത് ഞങ്ങൾ നിർവഹിക്കുന്നു, ഞങ്ങളെ ബാധ്യത നിർവഹിക്കുന്നു. ഞങ്ങൾക്ക് തെറി പറയാനറിയില്ല, അവഹേളിക്കാനറിയില്ല, ഇങ്ങോട്ട് പറഞ്ഞതിനു പകരം പറയാനറിയില്ല. കാരണം ഇസ്ലാം പകരം വീട്ടാനുള്ളതല്ല, പ്രതികാരം വീട്ടാനുള്ളതല്ല. ഇസ്ലാമിന്റെ ദഅവത്ത് അത് പകരം വീട്ടാനും പ്രതികാരം വീട്ടാനുമുള്ളതല്ല. ഞങ്ങളിതാ ഞങ്ങളെ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു, അതിന് ഈ ചരാചരങ്ങൾ സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ അതിന് ചെവി കൊടുക്കാതെ തന്റെ കാലിന്റെ മുട്ടിലേക്ക് ആ വടി ചേർത്ത് വെച്ചിട്ട് അതങ്ങ് പൊട്ടിക്കുമ്പോ അല്ലാഹു വെറുതെ വിട്ടില്ല. ആ മനുഷ്യന്റെ കാലിന്റെ മുട്ടിൽ അർബുദം വന്നുപോയി. അത് കാരണം അയാളുടെ കാലിന്റെ മുട്ട് മുറിച്ചു മാറ്റി. അക്കാരണത്താൽ ആ മനുഷ്യൻ മരിച്ചുപോയി.
ആഖിറത്തിൽ വിശ്വാസമുള്ള മുസ്ലിങ്ങളോട്, ആഖിറത്തിൽ വിശ്വാസമുള്ള മുസ്ലിം ചെറുപ്പക്കാരോട് ഈ പ്രസ്ഥാനത്തിന്റെ നന്മയും അതിന്റെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വിശാല മനസ്സോടെ പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരാ. നിങ്ങളെ സംഘടനയാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാം. പക്ഷേ അത് നാടിന് വേണ്ടിയാവട്ടെ, ദീനിന് വേണ്ടിയാവട്ടെ, വേദനിക്കുന്നവർക്ക് വേണ്ടിയാവട്ടെ,